നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അത്തം ദിനാശംസകളും നേരുന്നു. ഇന്ന് അത്തമാണ്. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ അത്തം ദിനത്തിൽ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ വിഭവമാണ് വെണ്ടയ്ക്ക കിച്ചടിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വിഭവത്തിലേക്ക് കിടക്കാം. നമുക്ക് ഇത് വെണ്ടയ്ക്ക കിച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് വട്ടത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പുളിയുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. കടുക്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, കൊല്ലമുളക്, അതുപോലെ കുറച്ച് പഞ്ചസാര, പിന്നെ നമുക്ക് വെളിച്ചെണ്ണ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കാം. അപ്പോൾ ജാറിലേക്ക് കുറച്ച് കടുക് ഇടാണ് നമ്മൾ. ഒരു സ്പൂൺ കടുക് നമ്മൾ ഇടാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് നമുക്കിടാം. നമ്മളൊരു 10-11 പച്ചമുളകോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയും ഒരു നാളികേരം നമുക്കിടാം അതിലേക്ക്, തിരുമ്മി വെച്ചത്. നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കണേ. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ അളവ് വേണം നമുക്ക്. ഇനി നമുക്കൊരു 1/2 ലിറ്റർ തൈര് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് നല്ല കട്ടയുള്ള തൈര് വേണം നമുക്ക്. ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് വെണ്ടയ്ക്ക അടുപ്പത്ത് വെച്ച് വറക്കാം. ഞാൻ അടുപ്പത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. നമുക്ക് എന്താ പറയുക, വെണ്ടയ്ക്ക നമുക്ക് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയ്ക്ക അതിലേക്കിടാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാതെ നമ്മൾ ഉപ്പ് തിരുമ്മി കൂട്ടി റെഡിയാക്കി വെച്ച വെണ്ടയ്ക്കാണ്. ഇനിയും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കറിയിൽ നമുക്ക് ഉപ്പിടാം. അപ്പോൾ എന്തായാലും എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് കയ്യിലുണ്ടോ തവിയുണ്ടോ എന്തെങ്കിലും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് അത് ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് നമുക്ക് കോരിയെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കണ്ണാപ്പ് വെച്ച് നമുക്ക് കോരിയെടുക്കാം. അരച്ച് വെച്ച നാളികേരവും പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ തൈരും അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടാണ്. ഇനി ലേശം പഞ്ചസാര നമ്മളതിലേക്കിടാണ്. ഇനി നമുക്ക് വറുത്ത് വെച്ച നമ്മുടെ വെണ്ടയ്ക്ക നമുക്കതിലേക്കിടാം. എന്നിട്ട് നമുക്ക് കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കടുക് വറുത്തിടാം. നമുക്ക് സൂപ്പർ വെണ്ടയ്ക്കാണ്. ഈ ഓണം വരവായി. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക. വെണ്ടയ്ക്ക കിച്ചടി നല്ലൊരു വിഭവമാണിത്. ഈ അത്തം നാളിൽ നമ്മളിത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ച് തരാണ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. എന്തായാലും നല്ല സൂപ്പറാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിട്ടിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്താം. ഇത് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കടുക് ഇടാം. കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കിച്ചടിയിലേക്ക്. അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കടുകിടാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൊല്ലമുളകും കരിവേപ്പില നമുക്കതിലേക്കിടാം. നമുക്ക് കൊല്ലമുളകും കരിവേപ്പിലയും അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് എടുത്ത് നമുക്ക് ഇടാം. ഒന്ന് മൂക്കട്ടെ. അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയിലേക്ക് എടുത്ത് നമുക്ക് ഇടാം. കടുക് വറുത്തത് നമ്മുടെ കറിയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. അത്
നല്ല മണവും രുചിയൊക്കെയുള്ള ഒരു നല്ലൊരു വെണ്ടയ്ക്ക കിച്ചടിയാണിത്. സൂപ്പറാണിത്. ഈ ഓണത്തിന് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണിത്. എന്തായാലും നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഓണക്കാലത്ത് നമുക്ക് സദ്യയുടെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നമുക്ക് നാളെ ചിത്തിര ദിനത്തിൽ അടുത്ത വിഭവമായിട്ട് നമുക്ക് എത്താം. അതിനു മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ ഒരു നല്ലൊരു വിഭവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം. ഏവർക്കും ഓണാശംസകളോടെ വർണ്ണങ്ങളുടെ ലോകത്ത് പുത്തഞ്ചിറ ഈസ്റ്റിന്റെ സ്വന്തം പവിത്ര ഡിജിറ്റൽ സ്റ്റുഡിയോ അഭിമാനകരമായ 16ാം വാർഷികത്തിലേക്ക് ചുവടുവയ്ക്കുന്നു. മികച്ച ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഫോട്ടോ ഫ്രെയിമുകൾ, അക്രിലിക് പ്രിന്റ്, പഴയ ഫോട്ടോകൾക്ക് ജീവൻ നൽകുന്ന റെസ്റ്റോറേഷൻ തുടങ്ങി നിങ്ങളുടെ പവിത്രമായ ഓർമ്മകളെ അനശ്വരമാക്കാൻ എക്കാലവും ഞങ്ങളുണ്ട്. ഓഗസ്റ്റ് 17 ചിങ്ങം 1 16 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്നും കൂടെയുണ്ടാകണം. സ്നേഹപൂർവ്വം വിനോദ് പുത്തഞ്ചിറ. വിളിക്കുക 9961 677 589.